Idea Star Singer Season 6. Hello and welcome back to Idea Star Singer Season 6 powered by Bhima Jewelers. 7th stage-il അടുത്ത performance കാഴ്ചവെക്കാൻ എത്തുന്നു ഹൃദയാഞ്ജലി റൗണ്ടിൽ very strong contestant Ajit. ഇതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഗാനം ഏതാണ്? ഹൃദയമൊരുകി നീ കരയില്ലെങ്കിൽ എന്ന പാട്ടാണ് എം കെ അർജുൻ മാസ്റ്റർ നൽകി ദാസേട്ടൻ പാടിയ. ആൻഡ് ഇത് ആർക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്? ഇത് വളരെ പ്രസിദ്ധനായ സംഗീത സംവിധായകൻ ശ്രീ കുമരകൻ രാജപ്പൻ സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പ് ഞാൻ സമർപ്പിക്കുകയാണ്. കുമരകൻ രാജപ്പൻ സാറിന്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നാം ഇന്നും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. മയങ്ങല്ലേ മനുഷ്യ നീ മണ്ണിന്റെ മായകളിൽ മണിമന്ദിരങ്ങൾ വൃത ചമയ്ക്കൽ. മലയാളികളുടെ സാംസ്കാരിക നിലവാരങ്ങളെ ഒരു കാലത്ത് ആഴത്തിൽ സ്വാധീനിച്ചിരുന്ന നാടകവേദികളിൽ പതിവായി കേൾക്കുന്ന പേരായിരുന്നു കുമരകം രാജപ്പൻ. മയങ്ങല്ലേ മനുഷ്യ നീ മണ്ണിന്റെ മായകളിൽ. ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് 68-ലായിരുന്നു. അന്ന് പുള്ളി ഹാർമോണിസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് അസീസി ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞ കൊല്ലത്ത്, അതിലാണ് ചേട്ടൻ ആദ്യമായിട്ട് ഒരു നാടകം റെക്കോർഡ് ചെയ്തത്. ദാസേട്ടനും AP കോമളേറ്റും. അത് കഴിഞ്ഞ് ഇങ്ങനെ ധാരാളം നാടകങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം തന്നെ അത് 75-ലാണെന്ന് തോന്നുന്നു മല്ലനും മാധവനും എന്ന ഫിലിം കുഞ്ചാക്കോ മുതലാളിയുടെ. അതിൽ പട്ടണക്കാട് പുരുഷനും ജാനകി കൂടെ പാടിയൊരു പാട്ടുണ്ട്. അതിനാണ് ആദ്യത്തെ സിനിമയില് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാവും ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര. അതിന് ഞാനൊരു ചെറിയ പാട്ട് പാടി, ഞാൻ പുരുഷനും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കള്ളടിച്ചു പള്ള വീർത്ത പാക്കനാരേ കൊള്ളിവാക്ക് പറയാതെ പാക്കനാരേ കള്ളവില ചൊല്ലില്ല ഉള്ളവില ചൊല്ലിടും കള്ളടിച്ചു പള്ള വീർത്ത. 1000-ലധികം നാടക ഗാനങ്ങൾ എന്ന പോലെ തന്നെ ചലച്ചിത്ര ഗാനരംഗത്തും തൊട്ടതെല്ലാം ഇദ്ദേഹം പൊന്നാക്കി മാറ്റി. ഒരു 10 സിനിമയോളം പുള്ളി ട്യൂൺ ചെയ്തായിരുന്നു. 5 എണ്ണം കൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. ധർമ്മക്ഷേത്ര പുരുക്ഷേത്ര, മല്ലനും മാധവനും, തീക്കടല്. അതിൽ പിന്നെ സുശീലാമ്മ പാടിയ ഒരു പൊന്നുരുക്കി തട്ടണ മുട്ടണ് നല്ല ഹിറ്റായ പാട്ടായിരുന്നത്. പൊന്നുരുക്കി തട്ടണ മുട്ടണ് പൊൻകൂടത്തിൽ മുത്തു നിറയ്ക്കണ് പൊന്തട്ടാനാശാൻ പൊന്തട്ടാനാശാൻ. ഉണ്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട്. തരങ്ങണിയില് രാഗമാലിക എന്ന് പറഞ്ഞൊരു കാസറ്റ് ഇറക്കിയായിരുന്നു. ദാസേട്ടന്റെ 10 പാട്ട് ഹിറ്റായിരുന്നു. കുന്തി വിളിച്ചു കർണ മനംനൊന്തു വിളിച്ചു കർണ. മരിക്കുമ്പോഴത്തേക്ക് പിന്നെ ബിച്ചു തിരുമലയുടെ ഒരു പാട്ടിന് വേണ്ടിയായിരുന്നു പോയത്. അവിടെ ഏതൊരു ലോഡ്ജിൽ വെച്ച് പാട്ട്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെയുള്ള ഒരു സിനിമ നടത്താൻ വേണ്ടി ഒരു 5 പാട്ടം കണ്ടേ ചെയ്തോളൂ. അപ്പോഴാ ചേട്ടന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലാക്കി മരണം നടക്കുന്നത്. ആ മരിക്കുന്നത് വരെ ചേട്ടൻ പാടി, കട്ടിലേലിരുന്ന് പാടി. മരിക്കുന്നതിനും 10 മിനിറ്റ് മുമ്പ് ചേട്ടൻ എഴുന്നേറ്റിരുന്ന ഒരു നല്ലൊരു പാട്ട് പാടി. ആ പാടിയിട്ടാണ് പുള്ളി പിറകോട്ടിങ്ങനെ മലക്കുന്നത്. 100 കണക്കിന് ഗാനങ്ങൾക്കപ്പുറം ജീവിതത്തിൽ മറ്റൊന്നും സമ്പാദിക്കാനാവാതിരുന്ന ഈ കലാകാരന്റെ കുടുംബം കാലത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ നമ്മൾ പ്രേക്ഷകർ മാത്രം. എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഞങ്ങൾക്കൊരു വീട് മേടിച്ചു തന്നു. അത് ഞങ്ങൾക്ക് പുള്ളി മരിച്ചതിന് ശേഷം കട കൊണ്ട് വിൽക്കേണ്ടിയും വന്നു. ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സത്യം, ഞങ്ങളിന്ന് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഐഡിയ സ്റ്റാർസ് കൂടി എൻ്റെ ഭർത്താവിനെ ഓർമ്മിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. അതുപോലെ അജിത്തിന് എൻ്റെ ആശംസ. തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം ഹൃദയമൊരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം.
ബാഷ്പത്താൽ എഴുതിയ കവിത പാടാം. ഉയരുമെൻകൾ ഗതം തടയുകില്ലെങ്കിൽ ഞാൻ കരളിന്റെ കരളിലെ കവിത പാടാം. ഹൃദയമൊരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. കണ്ണീരിൽ എൻ സ്നേഹ സ്വപ്നത്തിൻ അരയെന്നെ മുങ്ങിച്ചത്ത കഥ പറയാം. ആഴക്കു കണ്ണീരിൽ എൻ സ്നേഹ സ്വപ്നത്തിൻ അരയെന്നെ മുങ്ങിച്ചത്ത കഥ പറയാം. സകലവും നഷ്ടപ്പെട്ടു ചുടുകാട്ടിലലയുന്ന സാധുവാമിടയന്റെ കഥ പറയാം. ഹൃദയമൊരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമിൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം. ഹൃദയമൊരുകി തരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറ